കേന്ദ്രങ്ങൾ തകർക്കാൻ സജ്ജരായി എത്തിയ B2 ബോംബറുകൾ ആയുധപ്പുരയിൽ നിന്നും പറന്നുയരുന്ന വീഡിയോകൾ പുറത്തുവിട്ട് US ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമറിൽ ഉൾപ്പെടെ B2 സ്പിരിറ്റ് ബോംബറുകൾ മിസോറിക്ക് സമീപമുള്ള വൈറ്റ്സ്മാൻ വ്യോമസേന താവളത്തിൽ നിന്നാണ് പറന്നുയർന്നത്. പുലർച്ചെ 12:01 ഇവ പുറപ്പെട്ടത്. വീഡിയോയിൽ വൈറ്റ്സ്മാനിലെ വിമാന ഹംഗറിൽ നിന്ന് B2 ബോംബർ വിമാനം പുറത്തിറങ്ങുന്നതും അല്ലെങ്കിൽ അതിൽ വ്യക്തമായ ദൃശ്യങ്ങൾ ഇവർ എടുത്തു കാണിക്കുന്നുണ്ട്. തുടർന്ന് തന്നെ വീഡിയോ സ്പിരിറ്റ്സ് എയർബേസിൽ നിന്ന് ഇറങ്ങുന്നതിലേക്ക് കടക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ജൂൺ 21 12 മണി കഴിഞ്ഞതോടുകൂടി തന്നെ അവർ ദൗത്യം ആരംഭിക്കുകയായിരുന്നു. അടുത്ത ദിവസം B2 വിമാനങ്ങൾ വൈറ്റ്സ്മാൻ ബേസിൽ തിരിച്ചെത്തുകയും ചെയ്തു. ഈ ദൗത്യം 37 മണിക്കൂർ നീണ്ടു നിന്നു. മാത്രമല്ല 2001 ശേഷം ഏറ്റവും ദൈർഘ്യമേറിയ രണ്ടാമത്തെ B2 ദൗത്യമാണിത്. അഫ്ഗാനിസ്ഥാനിൽ ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡത്തിന്റെ ആദ്യത്തെ ദിവസത്തിൽ B2 വിമാനങ്ങൾ 44 മണിക്കൂറാണ് പറന്നുയർന്നത്. അതുപോലെ സ്പിരിറ്റ് ബോംബർ ഉപയോഗിച്ച് മാത്രം പ്രവർത്തിപ്പിക്കുവാനും ഇടാനും കഴിയുന്ന യുഎസിന്റെ ബങ്കർ ബസ്റ്റർ ബോംബായ GBU-57 മാസീവ് ഓർഡിനൻസ് പെനഡേറ്റർ ആണ് B2 വിമാനത്തിൽ നിറച്ചിരിക്കുന്നത്. GBU-57 30,000 പൗണ്ട് ഭാരമുള്ള ഒരു ഭീമൻ ബോംബാണ്. ഇതിന് 200 അടി ഭൂമിക്കടിയിൽ വരെ തുളച്ചു കയറാൻ കഴിയും. ഇറാൻ ആക്രമിച്ച 3 സ്ഥലങ്ങളായ പോർദോ, നാത്തൻസ്, ഇസ്ഫാഹാൻ എന്നിവയ്ക്ക് അനുയോജ്യമാണിത്. അതുപോലെ ബോംബിന്റെ ഫ്യൂസ് വൈകിയുള്ള സ്ഫോടനത്തിനും അതുപോലെ പരമാവധി നാശനഷ്ടങ്ങൾക്കും വഹിക്കാൻ സാധിക്കുന്നവയാണ്. പ്രധാന ആക്രമണ പാക്കേജിൽ 7 B2 ബോംബറുകൾ ഉണ്ടായിരുന്നതായും ഓരോ വിമാനത്തിലും 2 ക്രൂ അംഗങ്ങൾ ഉണ്ടായിരുന്നു. അവ വൈറ്റ്സ്മാനിൽ നിന്ന് പറന്നുയർന്ന് ചെക്ക് പോസ്റ്റുകളിലെ മിഡ് എയർ ഇന്ധനം നിറയ്ക്കുന്നതുവരുമായി ബന്ധിപ്പിച്ചുകൊണ്ട് മിസോറയിൽ നിന്ന് കിഴക്കോട്ട് ഇറാനിലേക്ക് പറന്നുയർന്നു എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. US സെൻട്രൽ കമാൻഡിലെ സ്പോർട്സ് പാക്കേജുമായി അവർ ബന്ധപ്പെട്ടിരുന്നു. കൃത്യമായ സമയബന്ധിതമായ ഈ നീക്കത്തിന് അതുമാത്രമല്ല ഇടുങ്ങിയ വ്യോമ അതിർത്തിയിലെ ഒന്നിലധികം പ്ലാറ്റ്ഫോമുകളിൽ കൃത്യമായ സംയമനം ആവശ്യമായിരുന്നു. എല്ലാം കുറഞ്ഞ ആശയവിനിമയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുകയും ആക്രമണ പാക്കേജ് ഇറാനിൽ പ്രവേശിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഉത്തരവാദിത്തമുള്ള കേന്ദ്ര കമാൻഡ് മേഖലയിൽ ഒരു US അന്തർവാഹിനി 2 ഡസനിലധികം മൊഡോഹക് കര ആക്രമണ ക്രൂയിസ് മിസൈലുകൾ പ്രധാന ഉപരിതല ആസ്ഥാന സൗകര്യ ലക്ഷ്യങ്ങൾക്ക് നേരെ വിക്ഷേപിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. മാത്രമല്ല ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ സ്ട്രൈക്ക് പാക്കേജ് ഇറാനിയൻ വ്യോമ അതിർത്തിയിൽ പ്രവേശിച്ചപ്പോൾ തന്നെ 4ാം തലമുറയും 5ാം തലമുറയും വിമാനങ്ങൾ ഉയർന്ന ഉയരത്തിലും ഉയർന്ന വേഗത്തിലും സ്ട്രൈക്ക് പാക്കേജിന് മുന്നിലേക്ക് തള്ളി നീക്കിക്കൊണ്ട് ശത്രു പോരാളികൾക്കും അതുപോലെ തന്നെ ഉപരിതലത്തിൽ നിന്ന് വായുവിലേക്കുള്ള മിസൈൽ ഭീഷണികൾക്കുമായി പാക്കേജിന് മുന്നിലേക്ക് നീങ്ങാൻ കഴിഞ്ഞു. വഞ്ചന ഉൾപ്പെടെയുള്ള നിരവധി വഞ്ചന തന്ത്രങ്ങൾ US പ്രയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. കിഴക്കൻ സ്റ്റാൻഡേർഡ് സമയം ഏകദേശം വൈകുന്നേരം 6:40 ഇറാൻ സമയം പുലർച്ചെ 2:10 ലീഡ് B2 ഫോർഡോയിലെ നിരവധി ലക്ഷ്യ പോയിന്റുകളിൽ ആദ്യത്തെക്കാൾ ഉപരിയായി തന്നെ 2 GBU-57 മാസീവ് ഓർഡിനൻസ് പെനറേറ്റർ ആയുധങ്ങൾ വർഷിക്കാൻ സാധിച്ചു. ശേഷിച്ച ബോംബുകൾ പിന്നീട് അവരുടെ ലക്ഷ്യങ്ങളും ആക്രമിക്കുകയും 2 ആണവ ലക്ഷ്യ മേഖലയിൽ ആകെ 14 MOPകൾ വർഷിക്കുവാനും കഴിഞ്ഞു. അതുപോലെ കിഴക്കൻ സമയം വൈകുന്നേരം 6:40 വൈകുന്നേരം 7:05 ഇടയിൽ 3 ഇറാനിയൻ ആണവ അടിസ്ഥാന സൗകര്യ ലക്ഷ്യങ്ങളും ആക്രമിക്കപ്പെട്ടു എന്നതായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.